بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعاه فالله هو اصطفاه يحدو أذكارك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുത്തഫിഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 6 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. ഇന്നും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചില ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഇക്താലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും ഔ വസനുഹും യുഖ്സിറൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അളവ് തൂക്കങ്ങളിൽ കമ്മി വരുത്തുന്ന ആളുകൾക്ക് അള്ളാഹു മുമ്പിൽ ചെല്ലേണ്ടി വരില്ലേ എന്നൊരു ബോധമില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. അത് സംബന്ധമായി പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന ഈ ആയത്ത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു. അളന്ന് തൂക്കി കൊടുക്കുന്നിടത്ത് 3 രൂപങ്ങൾ ഉണ്ടാവാം എന്നാണ്. 1 വാഫിൻ, 2 തഫീഫ്, 3 സായിദ്. എന്ന് പറഞ്ഞാൽ വാഫിൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കൃത്യമായി അളന്നു കൊടുക്കുക, അല്ലേ? തഫീഫ് എന്ന് പറഞ്ഞാൽ അളത്തത്തിൽ കമ്മി വരുത്തുക. സായിദ് എന്ന് പറഞ്ഞാൽ കുറച്ചേറെ കൊടുക്കുക. ഈ 3 രൂപങ്ങളാണ് എന്ത് സാധനമായാലും അളന്ന് വാങ്ങി കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുക. ഇത് 3ഉം അല്ലാഹു തആല ഈ 3 കാര്യങ്ങളിലെ 2 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റബ്ബ് ഏറെ കൊടുക്കുന്നതിനെ കുറിച്ച് കൃത്യമായ പരാമർശങ്ങളില്ല. അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. വേറെ ചില ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആനിലെ മറ്റു ചില ആയത്തുകളിൽ അല്ലാഹു തആല ഔഫുൽ കൈല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔഫുൽ കൈല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളവ് കൃത്യമാക്കണം. അപ്പോൾ അവിടെ പൂർത്തിയാക്കി കൊടുക്കണം എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. പൂർത്തിയാക്കി കൊടുക്കുക എന്നത് അത് നിർബന്ധമായ സംഗതിയാണ്. അതിലിനി ഒരു കുറവും വരാൻ പാടില്ല, അല്ലേ? പൂർത്തിയാക്കി കൊടുക്കുക എന്നത് നിർബന്ധമാണ്. ഔഫു, നിങ്ങൾ പൂർത്തിയാക്കുക. അൽ കൈല, അളവ് തൂക്കങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക. പിന്നെയോ വലാ തകൂനൂ മിനൽ മുഖ്സിരീൻ ഒരായത്ത്. വേറൊരായത്ത് വലാ തബ്ഖസുന്നാസ് അശ്യാഅഹും, നിങ്ങൾ ആളുകളുടെ വസ്തുക്കൾ നിങ്ങൾ പിടിച്ചെടുക്കരുത്, കുറവ് വരുത്തരുത്. വലാ തകൂനൂ മിനൽ മുഖ്സിരീൻ, നിങ്ങൾ അളന്നു തൂക്കുമ്പോൾ കുറവ് വരുത്തുന്ന ആളുകളിൽ പെടരുത്. അതൊരു കർശന നിരോധനമാണ്. അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ പൂർത്തിയാക്കി കൊടുക്കണം എന്ന നിർബന്ധം പറഞ്ഞു. വേറെ ആയത്തുകളിൽ കുറവ് വരുത്തരുത് എന്ന വിഷയവും ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷെ ഏറെ കൊടുക്കണം എന്നത് ഇത് സംബന്ധമായി പറയുന്ന സ്ഥലങ്ങളിലൊന്നും കാണൂല. അതെന്താ പറയാതിരുന്നത്? അത് മാഷാ അല്ലാഹ് ചെയ്താൽ നല്ല കാര്യമാണ്. ഒരാളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയാൻ പറ്റുന്ന സംഗതിയല്ല അത്, അല്ലേ? നിർബന്ധമായിട്ട് എന്തേ പറയാൻ പറ്റുള്ളൂ? നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം, കുറവ് വരുത്താൻ പാടില്ല, ഇതേ പറയാൻ പാടുള്ളൂ. പിന്നെ അധികം കൊടുക്കുന്നത് അത് ഓൻ ചെയ്താൽ മാഷാ അല്ലാഹ് വളരെ നന്നായി, ചെയ്തില്ലെങ്കിലോ അവന് കുറ്റമല്ല. കൃത്യമായാൽ മതിയല്ലോ. കൂടുതൽ കൊടുക്കുക എന്നുള്ളത് അത് അപ് ടു ഹിം, അവൻ്റെ സൗകര്യം പോലെ. മാഷാ അല്ലാഹ് അങ്ങനെ ചെയ്താൽ നല്ല കാര്യമാണ്. അതാണ്, അങ്ങനെയാണ് ഈ ആയത്തിനെ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാട്ടുന്ന ആളുകൾക്ക് അതിൻ്റെ ശിക്ഷ പരലോകത്ത് മാത്രമല്ല ദുന്യാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ്. ഇവിടെ തന്നെ അതിൻ്റെ ചീത്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളെ ഉത്ബുദ്ധരാക്കുന്നത്. സഹാബികളായ ആളുകളൊക്കെ കച്ചവടക്കാരെ കണ്ടാൽ പ്രത്യേകം പറയുമായിരുന്നു, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ വിളിച്ചു പറയുന്ന ഇന്നക്കും ഖദ് ഉല്ലീതും അംറൈൻ, പിന്നെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആളുകളുടെ ഹക്കാണ് നിങ്ങളെ കയ്യിലുള്ളത്, അത് ഒരിക്കലും അതിൽ കുറവ് വരുത്തരുത്. അങ്ങനെ നിങ്ങൾ കുറവ് വരുത്തിയാൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെട്ടേക്കാം, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. മരിക്കുന്ന സമയത്തും അനുഭവിക്കും എന്ന ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾ
മരിക്കുന്ന സമയത്ത് അനുഭവിക്കും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം പറയുന്നുണ്ട്. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ തൻ്റെ ഒരു അയൽവാസിയായ ആൾക്ക് മരണം ആസന്നമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ മരിക്കാനെ കിടക്കുന്ന ആളിങ്ങനെ പറയുന്നുണ്ട് അത്രേ, ജബലൈനി മിന്നാർ, ജബലൈനി മിന്നാർ, തീയിൻ്റെ വലിയ രണ്ട് മലകൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിക് തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്താണ് ഈ സമയത്ത് പറയുന്നത്? എന്താ നീ പറയുന്നത്? നിനക്ക് കലിമ ചൊല്ലിക്കൂടെ, നീ മരിക്കാൻ പോവല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞത്രേ, മാലിക് തങ്ങളെ, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, ഞാൻ കാണുന്നത് 2 വലിയ തീഗോളങ്ങളാണ് ഞാൻ കാണുന്നത്, വലിയ 2 തീയിൻ്റെ മലകളാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അളവ് തൂക്കം നടത്തുന്ന സമയത്ത് എനിക്ക് 2 അളവ് പാത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോൾ ഒന്നും, അളന്ന് വാങ്ങുമ്പോൾ മറ്റൊന്നുമാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് ഞാൻ ഈ കാണുന്നത്. അതങ്ങനെ പറഞ്ഞ് ആ വേദന സഹിച്ചാൽ മരിച്ചു എന്നാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. നന്നായി ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. അലി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഇതേപോലെ ഒരു കുങ്കുമം തൂക്കിക്കൊടുക്കുന്ന ഒരു കച്ചവടക്കാരനെ കണ്ടു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തുലാസും ആ കുങ്കുമം രണ്ടും ഇങ്ങനെ ഒപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇട്ടിട്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ആദ്യം ആ തുലാസ് നേരെ വെക്ക്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കട്ടെ. ഞാൻ 5 കാര്യങ്ങൾ പറയാൻ പോവാണ്. ഇത് ഓരോന്നും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാം ഇതിങ്ങനെ നടക്കുന്നത്. യാ അല്ലാഹ്, എന്താണ് ഒന്നാമത്തത്? നീചവൃത്തി പരസ്യമായി തീർന്നാൽ മരണം പരക്കാതെ ഇരിക്കില്ല, അല്ലേ? മോശത്തരങ്ങൾ ഇങ്ങനെ വ്യാപകമായാലേ, ഫാഹിഷത്ത് വ്യാപകമായി കഴിഞ്ഞാൽ മരണവും അവരുടെ ഇടയിൽ വ്യാപകമാവും. പലതരം അസുഖങ്ങൾ വരും. എയ്ഡ്സ് പോലെയുള്ള പലതരം വേദനകൾ, ഇതുവരെ വന്നിട്ടില്ലാത്ത പല അസുഖങ്ങളും അല്ലാഹു തആല അവരെ കൊടുത്ത് പരീക്ഷിക്കും. എന്തുണ്ടായാൽ? ഫാഹിഷത്ത് പറഞ്ഞാൽ, മോശത്തരങ്ങൾ, വേശ്യാവൃത്തി പോലെയുള്ള എല്ലാത്തരം മോശത്തരങ്ങളും. അതുപോലെ തന്നെ വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മഊനതി വജൗരി സുൽത്താനി അലൈഹിം. ഇതാണ് നമ്മുടെ വിഷയം. 2ാമത്തെ കാര്യം നോക്കുക. അളവ് കുറക്കുന്നതായാൽ, തൂക്കിക്കൊടുക്കുമ്പോൾ കുറവ് വരുത്തുന്നവരായാൽ എന്താണ് അല്ലാഹു തആല ശിക്ഷയായിട്ട് കൊടുക്കുക? ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, അവർക്ക് ഉൽപാദനം തടയപ്പെടും, വിളവ് കുറക്കപ്പെടും. വശിദ്ദത്തിൽ മഊന, അവർക്ക് ക്ഷാമം പിടിപെടും. വജൗരി സുൽത്താനി അലൈഹിം, അക്രമികാരികളായ ഭരണാധികാരികളെ അവരെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അക്രമികാരികൾ അവർക്കെതിരെ തിരിയുകയും ചെയ്യും. ഭരണാധികാരികൾ അവർക്കെതിരെ തിരിയുകയും ചെയ്യും, അവരെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ് അല്ലാഹു തആല ഈ പറയുന്നത്. 5 കാര്യങ്ങൾക്ക് പകരം 5 കാര്യം എന്ന് പറഞ്ഞ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അവർക്ക് ഉൽപാദനം കുറയും, ക്ഷാമം പിടികൂടും, ഭരണാധികാരികൾ അവർക്കെതിരെ തിരിയുകയും ചെയ്യും. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നടക്കുന്ന സംഗതികളല്ലേ എന്ന്. 3ാമത്തെ സംഗതി എന്താണെന്നറിയോ? വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖത്റ മിനസ് സമാഇ, സകാത്ത് കൊടുക്കാതിരുന്നാൽ മഴ തടയപ്പെടും. പിന്നെ ഇടയ്ക്കൊക്കെ മഴ പെയ്യും. അത് ഭൂമിയിൽ മൃഗങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല പെയ്യിപ്പിച്ചു കൊടുക്കുകയാണ്. മൃഗങ്ങളും തെറ്റുകൾ ചെയ്യാത്ത ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതി ചിലപ്പോൾ അത് പെയ്തേക്കാം. പക്ഷേ പൊതുവെ മഴ കുറയും. വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖത്റ മിനസ് സമാഇ വലൗലൽ ബഹായിമു ലം യുംതറു, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും മഴ കിട്ടൂലായിരുന്നു. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് കൊടുക്കാറുണ്ടോ? നമ്മുടെയൊക്കെ സക്കാത്ത് കൃത്യമായി കണക്ക് വെച്ച് നമ്മൾ കൊടുക്കാറുണ്ടോ? എവിടെ അല്ലേ? ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഡെപ്പോസിറ്റുള്ള ആളുകൾ, സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകൾ, സൂക്ഷിപ്പിൻ്റെ ആവശ്യത്തിന് കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിരവധി സ്വത്തുക്കളുള്ള ആളുകൾ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒക്കെ നമ്മൾ കൊടുത്തു വീട്ടേണ്ടത് തന്നെയാണ്. അതും നമ്മളെ മുതലല്ല. നമ്മുടെ മുതലിൽ സക്കാത്തിന് അർഹമായ പൈസ ഉണ്ട് എങ്കിൽ അത് നമ്മളതല്ലാതെ മറ്റുള്ളവൻ്റേതാണ്. അപ്പോൾ മറ്റുള്ളവൻ്റെ അവകാശം നമ്മൾ കയ്യിൽ വെച്ച് ഉപയോഗിച്ചു എന്ന വലിയ കുറ്റമാണ് അതുകൊണ്ട് വരാൻ പോകുന്നത്. പിന്നെ സക്കാത്ത് വീട്ടിയില്ല എന്ന നിർബന്ധ ബാധ്യത വീട്ടാത്ത കുറ്റവും വളരെ ഗൗരവമാണ് വിഷയങ്ങൾ. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം,
അള്ളാഹുമായുള്ള അഹദ് കരാറ്, റസൂലുമായുള്ള കരാർ അവർ ലംഘിച്ചാൽ അള്ളാഹു തആല അവരുടെ മേൽ ശത്രുക്കൾക്ക് ആധിപത്യം കൊടുക്കും. എന്നിട്ട് അവരെ കയ്യിലുള്ളതൊക്കെ ശത്രുക്കൾ കൊള്ളയടിക്കും. അള്ളാഹുവും റസൂലുമായുള്ള കരാർ, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കുകയില്ല. എന്താണ് അള്ളാഹുവും റസൂലുമായുള്ള കരാറ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കരാറ്, മുസ്ലിമായി ജീവിക്കാമെന്ന കരാറ്, മുസ്ലിങ്ങൾ തമ്മിലുള്ള കടപ്പാടുകളുടെ കരാറ്, അള്ളാഹുമായുള്ള ബാധ്യതകളുടെ കരാറ്. അള്ളാഹുവിനും റസൂലിനും മുസ്ലിങ്ങൾക്കും ഉമ്മത്തിനും ഒക്കെ നസീഹത്ത്, ഗുണകാംക്ഷ ചെയ്യേണ്ട ആളാണ് മുഅ്മിൻ. കരാറ് വളരെ വിശാലമായ വിഷയമാണത്. അപ്പോൾ നമ്മൾ ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹി വയതഖയ്യറു മിമ്മ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അവരുടെ നേതാക്കൾ, അവരുടെ വിധികർത്താക്കൾ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളതുപോലെ വിധി നടപ്പാക്കാതിരുന്നാൽ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം വിധികൾ നടപ്പാക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയില്ല. സർവ്വ പ്രശ്നങ്ങളും ഫിത്നകളും അവർക്കിടയിൽ അല്ലാഹു തആല വരുത്തുകയും ചെയ്യും. അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, കേസുകൾ ഉണ്ടാകുമ്പോൾ ശരീഅത്തനുസരിച്ച് വിധിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടത്തിന്, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന ആളുകൾ, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ, അത്തരക്കാരുടെ ഇടയിൽ അള്ളാഹു തആല ഫിത്ന, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൊണ്ടുവരും എന്നാണ്. അപ്പോൾ ഈ 5 സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 എണ്ണത്തിന് പകരം 5 എണ്ണം എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം നമ്മളെ ധരിപ്പിക്കുന്നത്. ഇതിൽപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നത് എന്നതുകൊണ്ടാണ് സാന്ദർഭികമായി ആ വിഷയം ഞാനിവിടെ പറഞ്ഞത്. കുറച്ചൊന്ന് തുറന്ന മനസ്സോടെ ചിന്തിച്ച് നോക്കുന്ന ഏതൊരാൾക്കും ഈ ഹദീസിൻ്റെ പുലർച്ച, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പുലർന്നതായിട്ട് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനൊന്നും ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, ഒന്നിങ്ങനെ ആലോചിച്ചത്തിന് എന്താവും നമുക്കിത് മനസ്സിലാക്കും. സുബ്ഹാനല്ലാഹ്. ഇതിന് ഉപോത്പകരമായി ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവവും ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേപോലെയുള്ളൊരു വാക്കാണത്. അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾ ഇല്ലാ ഖുത്തിഅ അൻഹുർ റിസ്ഖു, അവർക്ക് ഭക്ഷണം അല്ലാഹു തആല തടയപ്പെടും, റിസ്ഖ് മുറിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ഖ് അല്ലാഹു തആല തടഞ്ഞു വെക്കും. അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തആല സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും നമുക്ക് റബ്ബ് കബൂലാക്കട്ടെ. നല്ല നിലക്ക്, നല്ല ബോധത്തോടു കൂടി ഉത്തമ മുഅ്മിനായി ജീവിക്കാൻ തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.